Ma, I have to tell you something. പറഞ്ഞോ. I'm pregnant. ലെറ്റ്സ് ഗോ ഹോം ആൻഡ് സ്പീക്ക്. ഒരു ചായ കുടിച്ചാലോ? വാണിയുടെ കല്യാണത്തിന് വെച്ച് കണ്ടതാ. അനന്ത് എബ്രഹാം ഈസ് എ മ്യൂസിഷ്യൻ. അതിന് നീ ഒരു ദിവസമല്ലേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ? ഒരു ദിവസം. നിനക്കതൊക്കെ തമാശയാണോ? അമ്മ, ഇറ്റ് ജസ്റ്റ് ഹാപ്പൻഡ്. ഹൗ കൻ യു ജസ്റ്റ് സേ ദാറ്റ് ദിസ് ജസ്റ്റ് ഹാപ്പൻഡ്? നിനക്കറിയാലോ, സാധാരണ അമ്മമാരെ പോലെ അല്ല ഞാൻ. എനിക്കെല്ലാം മനസ്സിലാവും. ഐ നോ ദാറ്റ് ദ വേൾഡ് ഹാസ് ചേഞ്ച്ഡ് ആദി. അമ്മ, ടീ തകൊളി. താങ്ക് യു അന്ന. ആദി, നമുക്ക് ഇന്ന് തന്നെ ഒരു ഡോക്ടറിനെ പോയി കാണണം. ഞാനൊരു ഡോക്ടറെ കണ്ടു. അവരെനിക്ക് അബോർഷൻ പില്ലും തന്നു. പിന്നെ നീ അതൊന്നും കഴിച്ചില്ലേ? ഇല്ല, എനിക്ക് ഈ കുട്ടിയെ വേണം. സോ ആർ യു ഗെറ്റിംഗ് മാരിഡ്? ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ മാരേജ്. എനിക്ക് കമ്മിറ്റ്മെന്റ് ഒന്നും താല്പര്യമില്ല. പിന്നെ എന്തിന് ഞാൻ കല്യാണം കഴിക്കണം? അമ്മ തനിച്ചല്ലേ എന്നെ വളർത്തിയത്. പക്ഷെ നീ ജനിച്ചപ്പോ ഞാനും നിന്റെ അച്ഛനും ലീഗലി മാരിഡ് ആയിരുന്നു. ഇപ്പോഴും പേരിനെങ്കിലും അങ്ങനെയാണ്. നിനക്ക് ഈ കുട്ടിയെ വേണമെന്ന് എന്തെത്ര വാശി? ഐ വാസ് ഓൾവേസ് ഇൻട്രസ്റ്റഡ് ഇൻ അഡോപ്റ്റിംഗ് എ ചൈൽഡ്. ബട്ട് ദിസ് ഇസ് എ റെസ്പോൺസിബിലിറ്റി ഫോർ എ ലൈഫ് ടൈം. എനിക്കറിയാം അമ്മ. എനിക്കറിയേണ്ടത് അമ്മ എൻ്റെ കൂടെ ഉണ്ടാവുമെന്നാ. ഞാൻ എന്തിനും നിന്റെ കൂടെ ഉണ്ടാവും. പാടാൻ പറ്റുന്നില്ല. എന്നാച്ച മച്ചാ, നീ ആ പ്രശ്നത്തെ ഇതുവരെ വിട്ടുപോയില്ലേ? ഇതൊക്കെ നോർമലാണ്. നീ ഇങ്ങനെ അപ്സെറ്റ് ആവല്ലേ. നിന്റെ അപ്പനെ ഇത്ര വലിയ റബ്ബർ മോലായിട്ടും സമയത്ത് നീ റബ്ബർ മറന്നില്ലേ? അതല്ലേ പണിക്ക് കിട്ടി. നിനക്കൊക്കെ തമാശ. ഐ ആം ഷൂട്ടിംഗ് ബ്രിക്സ് മാൻ. നീ ഒരു കാര്യം ചെയ്യ്, അവളോട് അത് അബോട്ട് ചെയ്ത് കളയാൻ പറയും. അതാണ് പ്രശ്നം. അവളാണെങ്കിൽ കുട്ടിയെ വളർത്താൻ തീരുമാനിച്ചിരിക്കാൻ. അതിനവള് നിന്നെ നിർബന്ധിക്കുന്നുണ്ടാ കല്യാണത്തിന്? മോനെ, അതിലൊന്നും ചെന്ന് പെട്ടേക്കല്ലേ. അവള് പ്രഷറൈസ് ചെയ്യില്ല. പക്ഷെ അവളുടെ ഫ്രണ്ട് വന്ന് എന്നോട് പറഞ്ഞു. അവൾക്ക് നിർബന്ധമില്ലെങ്കിൽ പിന്നെ നിനക്കെന്താണ് പ്രശ്നം? എന്താ പ്രശ്നം? വാട്ട് നോൺസെൻസ് യു ഗൈസ് ആർ ടോക്കിംഗ്. നിനക്കെന്തിനാണ് ഇത്ര വലിയ കുറ്റബോധം? നീ അവളെ ഫോഴ്സ് ചെയ്തിട്ടൊന്നുമല്ലോ. യു ബോത്ത് ആർ റെസ്പോൺസിബിൾ. ഹലോ, എന്താ ഇത്ര വലിയ പ്രശ്നം? നിങ്ങൾ ആണുങ്ങൾക്കൊരു വിചാരമുണ്ട് കല്യാണം കഴിച്ച പെണ്ണുങ്ങളെ രക്ഷിക്കുകയാണെന്ന്. എന്തൊരു പേടിത്തൊണ്ടന്മാരാ നിങ്ങള്. യു നോ വോട്ട്, എനിക്കിപ്പോ അവളോട് ബഹുമാനം തോന്നാ. കാരണം അത് നിന്നെ അറിയിക്കേണ്ട ആവശ്യം പോലുള്ളെന്ന് അവക്ക് നല്ല ബോധ്യമുണ്ട്. ഓ കം ഓൺ, ഈ സ്ത്രീശക്തി മൂവ്മെന്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യാമോ? ഓക്കേ, സ്റ്റോപ്പ് ഓൾ ദിസ്. ലെറ്റ്സ് ഫോക്കസ് ഓൺ ദ സോങ്. I need a break. You guys continue. നീ എവിടെ ഇരിക്കണേ? കാണാനില്ലല്ലോ. ഒരു ഏജൻസി മീറ്റിംഗ് ക്യാൻസൽ ചെയ്ത് വന്നിരിക്കുക. Tell me where you are. ആദി, Why? Waiting for Sanjana? എന്തിനാ ഇത്ര ഡ്രാമ? കാണുന്നെന്ന് പറഞ്ഞാൽ പോരായിരുന്നോ? What's the deal? എല്ലാത്തിനും ഉത്തരം തരേണ്ട ആവശ്യമില്ലല്ലോ. എക്സ്ക്യൂസ് മീ മാം, പ്ലീസ് ടേക്ക് യുവർ സീറ്റ്. Tell me, why do you want this baby? സർ, ഓർഡർ പ്ലീസ് സർ. One ultra strong espresso for me and one cappuccino for the lady. ഓക്കെ സർ. അത് വേണ്ട. Just make an orange juice for her. ഓക്കെ സർ. Thank you. താങ്ക് യു സർ. Excuse me? യെസ് മാം. Can you ask me what I want? ഓ സോറി മാം. Cancel that. ഓക്കെ, വാട്ട് യു വാണ്ട് മാം? One orange juice. ഓക്കെ, ഇപ്പോൾ പറ, നിനക്ക് എന്തിനായി കുട്ടി? അതെന്റെ തീരുമാനം. ഇറ്റ്സ് മൈ ബോഡി, മൈ ചോയ്സ്. പക്ഷേ ഇത് എൻ്റെയും കുട്ടിയാണ് ആതിര. തനിക്ക് ഉറപ്പുണ്ടോ? Listen, Abraham, I don't believe in this relationship drama. So what's your problem? എൻ്റെ പ്രോബ്ലം ഇത്രേ ഉള്ളൂ. എനിക്ക് എൻ്റെ കുട്ടി ജീവിതകാലം മൊത്തം ഒരു ബാസ്റ്റർഡായിട്ട് ജീവിക്കുന്നത് കാണാൻ പറ്റില്ല. ഓക്കെ, ശരി. ഞാൻ ചോദിക്കുന്നവരോടൊക്കെ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷനാ ചെയ്തതെന്ന് പറഞ്ഞാൽ പോരെ? യു ഡോണ്ട് ഗെറ്റ് ഇറ്റ്, ഡു യു? മറ്റുള്ളവർക്ക് അറിയില്ലെങ്കിലും എനിക്കറിയാം ഇറ്റ്സ് മൈ ബേബി ആതിര. വൈ ഡോണ്ട് യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്? അതിന് ഞാൻ തന്നോട് ഈ റെസ്പോൺസിബിലിറ്റി ഷെയർ ചെയ്യാനോ എന്നെ സപ്പോർട്ട് ചെയ്യാനോ പറഞ്ഞില്ലല്ലോ. ഐ എം പെർഫെക്റ്റ്ലി കേപ്പബിൾ ഓഫ് ടേക്കിംഗ് കെയർ ഓഫ് ദിസ് ചൈൽഡ് ബൈ മൈ സെൽഫ്. ലെറ്റ് മീ മേക്ക് തിങ്സ് ക്ലിയർ, ഓക്കെ? എനിക്ക് തന്നെ കല്യാണം കഴിക്കാൻ ഒരു ഇൻട്രസ്റ്റും ഇല്ല. എനിക്കതിന് പറ്റില്ല. പിന്നെ തൻ്റെ ഡ്രാമയൊക്കെ അതിനു വേണ്ടിയാണെങ്കിൽ ഐ എം റിയലി സോറി. യു നോ, ലിസൺ ടു മീ ലൗഡ് ആൻഡ് ക്ലിയർ. എനിക്ക് തന്നെ കല്യാണം കഴിക്കാൻ ഒരു ഉദ്ദേശമില്ല. അത് തന്നെയാണ് ഞാനും പറയുന്നത്. എക്സ്ക്യൂസ് മീ, ജസ്റ്റ് പുട്ട് ദാറ്റ് ഡൗൺ. സോറി. Don't you dare order me around, Abraham. This conversation is over.
ഹലോ എന്താ ഒരു ഡിപ്രഷൻ? എടാ ആ ഫക്കച്ചൻ വിളിച്ചിട്ട് കിട്ടുന്നില്ല പറഞ്ഞാൽ എന്നെ വിളിച്ചോണ്ടിരിക്കാനുള്ള. നീ എന്താ ഫോൺ എടുക്കാത്തെ? സൗകര്യമില്ല എനിക്ക്. ആരും തിന്നല ദേശത്തിനാണല്ലോ. നല്ല പോർച്ചിലി ഉണ്ട്, പോർച്ചിലി ഞാൻ തന്നെ ഉണ്ടാക്കിയതാ. ഒന്നുകൂടി ഒന്ന് വേവാണ്ട് ഇതും ഒരു ചില്ലുബിയറും അടിച്ചോ, നിന്റെ എല്ലാ പ്രശ്നവും കുതാകവാ. ജീവിതം നായ നക്കിയിരിക്കാം ആ വൃത്തികെട്ടൽ കാരണം. ഏതാ അവള്? കുറച്ച് സ്ട്രോങ് എന്തെങ്കിലും ഉണ്ടോ? കുറച്ച് മണ്ണെണ്ണ ഇരിപ്പുണ്ട്, വേണ മിണ്ടാണ്ടിന്ന് അടിച്ചക്ക. അളിയാ എന്തോ പറ്റടാ? ഇവിടെ ഇപ്പം എന്താ പ്രശ്നം എനിക്ക് മനസ്സിലാവില്ല. അവൾക്ക് കുട്ടിയെ വേണം, എന്നാ കല്യാണം കഴിക്കാനും വയ്യ. മോനെ ഇതൊരു ലോട്ടറി അല്ലേ, ഇതിലും നല്ലൊരു അവസ്ഥ ഏതെങ്കിലും ഒരാണ് വരാണ്ടോ? നീ എന്തിനാണ് വെറുതെ സീനാക്കണേ? അത് നീ പറയണത്ര ഈസി അല്ല വെഞ്ചി. പ്രത്യേകിച്ച് എന്നെ പോലെ ഒരു സ്മോൾ ടൗണിൽ നിന്ന് വന്ന ആൾക്ക് തീരെയല്ല. എടാ അവൾക്ക് ഇത് ഒറ്റയ്ക്ക് അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ നിന്റെ പ്രോബ്ലം എന്താ? ഡെയിലി ഓരോ പെണ്ണ വളക്കുന്ന നിന്റെ വായിന്ന് ഇത്രയും മോറലിസ്റ്റിക് ആയിട്ടുള്ള വാക്കുകൾ കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ശരിയാ വരുന്നു. നീ ഇന്ന് വരെ ഏതെങ്കിലും ഒരു പെണ്ണെ സ്നേഹിച്ചിട്ടുണ്ടോ സീരിയസ് ആയിട്ട്? ഇത് അതുപോലെ അല്ലടാ, ഇതിലൊരു കുട്ടി ഇൻവോൾവ് ആണ്. ആൻറ്റി മോനെ വലിയ അമേരിക്കയിൽ പോയി പഠിച്ചാലും നീ ഇപ്പോഴും ആ പഴയ കോട്ടയം കുഞ്ഞച്ചനാ. എടാ ലോകമൊക്കെ ഒരുപാട് മാറി, പെണ്ണുങ്ങൾ അതിനേക്കാൾ മാറി. പെണ്ണുങ്ങൾക്ക് ഇപ്പോൾ കല്യാണം വേണ്ട, ഒറ്റയ്ക്ക് ജീവിക്കണം, കുട്ടീനെ അഡോപ്റ്റ് ചെയ്യണം, അങ്ങനെ ഓരോരോ വട്ടുകളാ. നമ്മളെ ആണുങ്ങൾ പോലും ഇപ്പോൾ അവർക്ക് ആവശ്യമില്ല. അതാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. അതിന് അവളെ ആർക്ക് വേണം? അവളുടെ കൂടെ ജീവിക്കണതിനെ പറ്റി ചിന്തിക്കാൻ പോലും പറ്റില്ല. എനിക്കൊരു കുട്ടി ജനിക്കുകയാണെങ്കിൽ അവനോ അവക്കോ എൻ്റെ സർനെയിം മസ്റ്റായിട്ടുണ്ടായിരിക്കണം. എന്നാ പിന്നെ നീ ഒരു കാര്യം ചെയ്യും, നീ പോയി അവളെ കേട്ട്. നിന്നോട് ഞാൻ ഇത്രയും നേരം പറഞ്ഞൊന്നും മനസ്സിലായില്ലേ? നിനക്കറിയാലോ എൻ്റെ കരിയർ, മൈ ഫ്യൂച്ചർ. ഇതിൽ നിന്ന് എങ്ങനെ ഊരാൻ നോക്കുമ്പോഴാ നിന്റെ ഒരു വളിച്ച സജഷൻ. യു നോ വാട്ട്, അപ്പൊ നീ നിന്റെ പാൻറ്റിന്റെ സിപ്പ് കൺട്രോൾ ചെയ്യണമായിരുന്നു. ഒരു ഐഡിയ, നീ അവളെ കല്യാണം കഴിക്ക്. എന്ത്? എന്നിട്ട് ഡിവോഴ്സ് ചെയ്തോ? മനസ്സിലായില്ല. എടാ നീ ആദ്യം അവളെ കല്യാണം കഴിക്ക്, എന്നിട്ട് കുട്ടി ജനിച്ചതിന് ശേഷം ഡിവോഴ്സ് ചെയ്തോ. കുട്ടിക്ക് നിന്റെ എന്താ സർനെയിമും കിട്ടും, അവൾക്ക് അവളുടെ വഴി, നിനക്ക് നിന്റെ വഴി, എല്ലാം ഹാപ്പി അല്ലേ? ഞാൻ അവളെ കല്യാണം കഴിക്കാൻ റെഡിയൊന്നുമല്ല. അവളോട് എന്നെ കെട്ടാൻ പറയേണ്ട ആവശ്യം എനിക്കില്ല. ആൻറ്റി മോനെ എന്തൊക്കെ പറഞ്ഞാലും നീ ഒരു സാധാരണക്കാരനാ, ഒരു പാലക്കാരൻ അച്ചായൻ. സോ നിനക്ക് എന്താണ് ശരിയെന്ന് തോന്നുന്നത് നീ ആലോചിച്ചിട്ട് അത് ചെയ്യും. വാട്ട്? നമുക്ക് പറഞ്ഞ പോലെ ചെയ്യാം. ക്യാബിനിലിരിക്കാം, വേഗം വാ. Hi, babes. What a Mura cheese. Adi! Hi, my friends are Hi. a big fan of you. Can I click a picture with you? Yeah, sure. Broad shoulders. Wow, you're hot. I love this picture. What's this? Your hair is not even done. Don't we have to shoot? Yes. What now? എന്നെ സമാധാനമായിട്ട് ജോലി ചെയ്യാനും സമ്മതിക്കില്ല അല്ലേ? എനിക്ക് നിന്നോട് സംസാരിക്കണം. ഞാൻ തന്നോട് പറയാനുള്ളതൊക്കെ പറഞ്ഞതല്ലേ? എനിക്കിനി ഒന്നും കേൾക്കാനുമില്ല. പോരാ, ഇതും കൂടി കേൾക്കണം. ഓക്കെ, ഞാൻ ഈവനിംഗിൽ ഫോൺ ചെയ്യാം. ദിസ് ഇസ് മൈ വർക്ക് സ്പേസ്. എനിക്ക് ഇപ്പോൾ തന്നെ സംസാരിക്കണം. I don't care. I don't want to talk to you right now. ശരി, ഞാൻ വെയിറ്റ് ചെയ്യാം. സംസാരിക്കാൻ പറ്റുമ്പോ ചേച്ചി വന്ന് സംസാരിക്കേ. What the hell are you doing? We're already delayed by an hour. Just do the hair. Sorry, ma'am. Tell me. മാരി മീ. What? എന്നെ കല്യാണം കഴിക്കാൻ. എന്ത്? എന്നിട്ട് കുട്ടിയായ ശേഷം നമുക്ക് ഡിവോഴ്സ് ചെയ്യാം. പിന്നെ എനിക്ക് ഹോസ്റ്റലിലേക്ക് പോവാം. തനിക്ക് തൻ്റെ ഇഷ്ടം പോലെ ജീവിക്കുകയും ചെയ്യും. നമ്മുടെ കുട്ടിക്ക് അച്ഛൻ്റെ പേര് ഉണ്ടാവുകയും ചെയ്യും. എന്തിനാ അച്ഛൻ്റെ പേര്? അമ്മയുടെ പേര് കൂടുതൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? സ്റ്റോപ്പ് ദിസ് ഫെമിനിസ്റ്റ് ബുൾഷിറ്റ്. എൻ്റെ അപ്പനും അമ്മയും നല്ല വാല്യൂസ് എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പനമ്മയും പേടിച്ചിട്ടാണോ ഈ തീരുമാനം? ലിസൺ, നമുക്ക് രണ്ടാൾക്കും കല്യാണത്തിന് താല്പര്യമില്ല, ലോങ് ടേം റിലേഷൻഷിപ്പിനും താല്പര്യമില്ല. നമ്മുടെ കുറ്റത്തിന് കുഞ്ഞെന്ത് പഴിച്ചു? പിന്നെ ഞാനിതൊക്കെ ചെയ്യണത് നമ്മുടെ കുട്ടിയെക്കുറിച്ച് ആലോചിച്ചിട്ടാണ്. ജസ്റ്റ് ബീങ് റെസ്പോൺസിബിൾ. ബാക്കിയെല്ലാം നീ തീരുമാനിച്ചോ.
നമ്മുടെ യൂഷ്വൽ റൈറ്റ് ബീഫ് സ്റ്റേക്ക്. ആക്ച്വലി എനിക്കിന്ന് ബീഫ് കഴിക്കാൻ മൂഡില്ല. ഐ ഹാവ് എ വെജ് ബർഗർ. All right. 1 veg burger, 1 beef steak, 2 large Malibu, and that's all. Acha. Thank you. എനിക്ക് റം കുടിക്കാൻ പറ്റില്ല. പറ്റില്ല എന്ന് പറഞ്ഞാൽ നിനക്ക് എന്താ പറ്റിയേ? ഞാൻ ആൽക്കഹോൾ കുറച്ച് ദിവസത്തേക്ക് വേണ്ടെന്ന് വെച്ചിരിക്കുക. ഐ ഹാവ് എ നൈസ് ഡേ. Okay, sir. I was thinking about having a baby. ബേബിയോ? ഓ, നിന്റെ യൂഷ്വൽ അഡോപ്ഷൻ വട്ട് അല്ലേ? യു ഷുഡ് ആക്ച്വലി ഗെറ്റ് മാരീഡ്. ഒരു കുട്ടിയെ അഡോപ്റ്റ് ചെയ്ത് വളർത്തുന്നത് അങ്ങനൊന്നും ആയിരിക്കില്ല. Will you please listen to me? You're just like him. Like who? Sir, you order? Thank you. Your iced tea. Dad, I'm pregnant. What? I'm pregnant. Oh, I didn't know that you were in love with someone. അല്ല, I'm not in love with anyone. പിന്നെ? ഞങ്ങളൊരു ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് വെച്ചാൽ കണ്ടത്. And it just happened. അച്ഛനൊന്നും പറയാനില്ലേ? ആരാ ആള്? എനിക്കറിയോ. നിങ്ങൾ കല്യാണം കഴിക്കാൻ പോകണം. അല്ല, എനിക്ക് അവനെ കല്യാണം എനിക്ക് ഒരു ഉദ്ദേശമില്ല. സോ യു ഡോണ്ട് വാണ്ട് ടു മാരി ഹിം. പിന്നെ? കല്യാണത്തിൽ എനിക്ക് ഒരു വിശ്വാസമില്ല. കാരണം അറിയാലോ. ആൻഡ് എനിക്ക് ആളെ നേരെ ചൊവ്വേ അറിയില്ല. ഐ എം നോട്ട് ഇൻ ലവ് വിത്ത് ഹിം. അപ്പോൾ നിന്റെ ഈ തീരുമാനത്തിന് ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്യണം അല്ലേ? ഇഫ് യു ക്യാൻ, പറ്റുമെങ്കിൽ. ഞങ്ങൾ തമ്മിൽ പ്രേമത്തിലല്ല. ഐ ഡോണ്ട് ബിലീവ് ഇൻ മാരേജ്. ഹി ഡസൻ ബിലീവ് ഇൻ കമ്മിറ്റ്മെന്റ്. പിന്നെ ഞങ്ങൾ എന്തിനു കല്യാണം കഴിക്കണം? നിങ്ങൾ രണ്ടുപേരുടെയും വാശിയേക്കാൾ വലുതാണ് ഈ കുഞ്ഞിൻ്റെ ജീവിതം. ഞങ്ങൾ ഞങ്ങളുടെ തീരുമാനം എടുത്തപ്പോൾ നിന്നെക്കുറിച്ച് വേണ്ടത്ര ആലോചിച്ചിരുന്നില്ല ഒരിക്കലും. നീ അങ്ങനെ ആവരുത്. ഈ കുഞ്ഞിന് എന്താണോ നല്ലത് അതായിരിക്കണം നിന്റെ തീരുമാനം. ഡു വാട്ട് എവർ ഈസ് റൈറ്റ് ഫോർ യുവർ ബേബി. അവള് കല്യാണം കഴിക്കാൻ സമ്മതിച്ചു. തുടക്കം മാംഗല്യം തന്തു നാനേന, പിന്നെ ജീവിതം തുന്തുനാനേന. സോറി, 5 മിനിറ്റ് ലേറ്റ്. അല്ലെങ്കിലും ബാക്കിയുള്ളവരുടെ സമയത്തിൻ്റെ ആർക്കും വിലയില്ലല്ലോ. 5 മിനിറ്റല്ലേ ലേറ്റ് ആയല്ലോ. ട്രാഫിക് ഉള്ളതെന്ന് ഞാൻ എന്ത് ചെയ്യാനാ? സോറി പറയുകയും ചെയ്തു. ഞാനും അതേ ട്രാഫിക്കിലാണല്ലോ ഇവിടെ എത്തിയത്. തനിക്കതിന് വേറെ പണിയില്ലല്ലോ. ഒച്ചയും വെള്ളം വെച്ച് ആൾക്കാരെ പറ്റിക്കില്ലല്ലേ പണി. ദേ, താൻ വേണമെങ്കിൽ എന്നെ ചൊറിഞ്ഞോ. എന്റെ പാട്ടിനെ കുറിച്ചൊന്നും പറയരുത്. തനിക്കറിയാം എനിക്ക് എത്ര ഫാൻസ് ഉണ്ടെന്ന്. എനിക്കറിയില്ല, ഇനി അറിയും വേണ്ട. താനൊന്ന് വാ. ഈ പാട്ടൊക്കെ പാടുന്ന അനന്തപുരം യാ, എന്താ ബാൻഡിന്റെ പേര്? ഓൺ ദ റോക്സ്. പാറപ്പുറത്തോ? ഓൺ ദ റോക്സ്. നിങ്ങൾ ഈ സംഗീതത്തിന്റെ പേരിൽ എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നത്? റബീഷ്. നല്ല പാട്ടിട്ട് ഉണ്ടാക്കുകയില്ല, പഴയ പാട്ടൊക്കെ എടുത്ത് നശിപ്പിക്കുകയും ചെയ്യും. എടോ, ഈ കന്നഡത്തിലൊക്കെ എത്ര നല്ല മനോഹരമായ പാട്ടുകളാ. അതും കൂടെ എടുത്തൊന്ന് നശിപ്പിച്ചുകൂടെ? നിങ്ങളാരാ? ശാസ്തമംഗലോ? താൻ തന്റെ പണി ചെയ്താൽ മതി. അല്ലല്ല, ഞാൻ കോതമംഗലം. ഒരുപാട് നാൾ ഇവിടെ സെറ്റിൽ ആയിട്ട്. തമാശ ഏറ്റില്ലല്ലേ? സൈൻ. സൈൻ ചെയ്യുന്നതിന് മുമ്പ് എനിക്കൊരു കണ്ടീഷൻ ഉണ്ട്. ഇനി എന്താണാവോ? ഈ കല്യാണം കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് എങ്ങോട്ടും വരില്ല. തനിക്കെല്ലാം ആൾക്കാരെ ബോധിപ്പിക്കുക എത്ര നിർബന്ധം. താൻ എൻ്റെ വീട്ടിൽ വന്ന് താമസിക്കണം. ഇവിടെ വരെ എത്തിച്ചിട്ട് ഒരുമാതിരി മൊറ്റ വർത്തനം പറയില്ല. എനിക്ക് സൗകര്യമില്ല. ഐ എം സോറി. എന്നാ ഈ കല്യാണം കഴിക്കാനേ എനിക്കും സൗകര്യമില്ല. ഈ നിർത്ത് വെളിച്ചിൽ കാണിക്കില്ലേ? നിങ്ങൾ കല്യാണം കഴിക്കാൻ തന്നെയാണോ വന്നിരിക്കണേ? ഇത് ഡിവോഴ്സ് ഓഫീസ് അല്ല. ആ കുട്ടിയെ പറഞ്ഞിട്ട് കാര്യമില്ല. വരുന്ന വഴി ഇയാളുടെ പാട്ട് വല്ലതും കേട്ട് കാണും. മന്ദാരച്ചെപ്പുണ്ടോ മാണിക്ക എന്തോ ഉണ്ട്. ഐ എം ലീവിംഗ്. എനിക്കിനി ഒന്നും പറയാനില്ല. ഞാൻ വേണമെങ്കിൽ പോയിക്കോ. എനിക്ക് കുറച്ച് എത്തിക്സ് ഉണ്ടായി പോയി എന്ന് വെച്ച് എക്സ്പ്ലോയിറ്റ് ചെയ്യരുത് പ്ലീസ്. ഒന്ന് സൈൻ ചെയ്യും. ഓഹ്, ഞാൻ എവിടെ വേണമെങ്കിലും വരാം. കൃത്യം 1 മാസം കഴിഞ്ഞിട്ട് ഡേറ്റ്. മാർച്ച് 25. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. വന്നാ പറയാൻ വന്നെന്ന്. മറിയേ, ഞാനിങ്ങെത്തി. അവൻ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നില്ല. ആ സാരമില്ല, താക്കോലുണ്ടായിരുന്നല്ലോ, ഞാനിങ്ങ് കയറി.
എന്റെ കർത്താവേ, എന്നതാ ഇത്? ഈ ചെറുക്കൻ്റെ ഒരു കാര്യം, ഇതൊരു വഴിക്കാക്കി എടുക്കുമ്പോഴത്തേക്കും എൻ്റെ നടു ഒടിയും. എൻ്റെ ഈശോ മിശിഹായേ. എന്താ മുഖം വല്ലാതിരിക്കുന്നത്? അസുഖം ഭേദമായില്ലേ? സ്വച്ഛ ഭാരത്. ആലീസ് കുട്ടി വന്നതിന്റെ ലക്ഷണമായിരുന്നോ? ഞാൻ വിചാരിച്ചു എനിക്ക് വീട് മാറിപ്പോയെന്ന്. ഇതെപ്പോ എത്തി? ഞാൻ നിന്നേക്കാളും 40 വർഷം മുമ്പേ എത്തിയതാടാ. ഞാൻ ഇന്നും അമ്മച്ചിയോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അമ്മച്ചിയൊന്നും പറഞ്ഞില്ല. എടാ, നിനക്കിപ്പോ എന്നതാ വേണ്ടത്? എനിക്ക് എന്റെ കൊച്ചനെ ഒന്ന് കാണണമെന്ന് തോന്നി ഞാനൊരു വണ്ടി എടുത്തിങ്ങി വന്നു. എന്നതാ, വരാൻ പാടില്ലേ? വല്യമ്മച്ചിയും തുടങ്ങിയോ അമ്മച്ചിയുടെ ഈ കരച്ചിൽ സീരിയൽ കാണാൻ? നിന്റെ അമ്മച്ചി ചാനൽ മാറ്റാൻ സമ്മതിക്കാതെ അവിടെ കൂടി ഇരുന്ന് എനിക്കൊരു ശീലമായി പോയതാ. ഇത് തൽക്കാലം ഓഫ് ആയിരിക്കട്ടെ. വല്യമ്മച്ചി ഒന്ന് എന്നോട് സംസാരിക്കുക. എത്ര കാലായി? എന്തു പറ്റി? ഒരു ഉഷാറില്ലല്ലോ. എന്താ? എന്നാത്തിനാടാ പച്ചക്കപ്പ തിന്നുന്നത്? വല്യമ്മച്ചി ഇവിടെ വേറെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഇപ്പൊ തരാം. നിന്നോട് എനിക്ക് സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനുണ്ട്. നിന്റെ അമ്മച്ചി നിനക്ക് കല്യാണം ആലോചിക്കാനുള്ള പുറപ്പാടില്ല. പെണ്ണ് നമ്മുടെ വർക്കിച്ചായന്റെ കൊച്ചുമോള്. പെണ്ണ് കൊള്ളാം, നിന്റെ ടൈപ്പാ, ഒരു ഗുണ്ടുമണി. എന്റെ കല്യാണം ഞാൻ അറിയാതെ ഉറപ്പിക്കാനോ? അതിന് ഞാൻ കല്യാണം കഴിക്കാൻ റെഡിയാണെന്ന് ആരാ പറഞ്ഞേ? നീ പറഞ്ഞത് നേരാ. നിന്റെ സമ്മതമില്ലാതെ നിന്റെ കല്യാണമൊക്കെ ഉറപ്പിക്കുന്നത് എങ്ങനെയാ? അതും നീ ഏതാണ്ടൊക്കെ ഉറപ്പിച്ച സ്ഥിതിക്ക്. ഈ മാരേജ് ആപ്ലിക്കേഷന്റെ കാര്യമാ പറഞ്ഞത്. അത് ഞാൻ വല്യമ്മച്ചിയോട് ഇപ്പൊ പറയാൻ പോയതാ. പോയതോ? എടാ, കെട്ട് കഴിഞ്ഞിട്ടാണോ പറയുന്നത്? വല്യമ്മച്ചിക്ക് മറ്റുള്ളവരെക്കാളും കൂടുതൽ എന്നെ അറിയാലോ. പിന്നെ അവളെ ഞാനൊരു കല്യാണത്തിന് വെച്ചാ കണ്ടേ. അമേസിംഗ്. അല്ല, എത്ര കാലമായി ആദ്യമായിട്ട് കണ്ടിട്ട്? ഒരു 2-3 മാസമായി. എന്നിട്ട് അതിനുള്ളിൽ തന്നെ ആരെ അറിയിക്കാതെ കല്യാണം കഴിക്കാൻ വരെ തീരുമാനിച്ചു. അതെന്താ കാര്യം? അത് ആ കുട്ടി ഹിന്ദു അല്ലേ, അതുകൊണ്ട് അവളുടെ ജാതകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അവള് സമയത്ത് കല്യാണം കഴിച്ചില്ലെങ്കിൽ അവളുടെ അമ്മാവൻ മരിച്ചു പോവും. അയ്യോടാ മോനെ, ഇതാദ്യം കേൾക്കുവാണല്ലോ വല്യമ്മച്ചി. ജാതകദോഷം വന്നാൽ അമ്മാവനും ദോഷം ഉണ്ടാവുന്നു. പക്ഷെ നിന്റെ അച്ഛനും അമ്മയ്ക്കും നീ ഒരു മകനല്ലേ ഉള്ളൂ. അവർക്കും ആഗ്രഹം ഉണ്ടാവില്ലേ നിന്റെ കല്യാണം ആർഭാടമായിട്ടൊക്കെ നടത്തണമെന്ന്? ഞാൻ പറഞ്ഞിട്ടില്ലേ എനിക്ക് ഗ്രാൻഡായിട്ട് കല്യാണം ഒന്നും വേണ്ടെന്ന്. ഒരു ചെറിയ രജിസ്റ്റർ മാരേജ് നിങ്ങൾ എല്ലാവരുടെ മുമ്പിൽ വെച്ച് അത്രയ്ക്ക് മതി. പിന്നെ ആഘോഷിക്കാനാണെങ്കിൽ നമുക്ക് ഇപ്പൊ പോയി ആഘോഷിക്കാം. ബാ.